Hi, assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഇതന്നെ മതി. എനിക്ക് വേണോ നൂറ? ഇതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷം. സ്പെഷ്യലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മിമ്മൽ പെരക്കിയ ചോറ് തന്നെയാണ്. കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, മുള്ളനാണ് കിട്ടിയത്. അപ്പോൾ ആ ഉണക്കമീൻ പൊരിച്ചിട്ട് ചോറ് കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ആ പൊരിച്ചത് കണ്ടപ്പോൾ എന്തായാലും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണക്കമീൻ പൊരിച്ചതും ചേർത്ത് തേങ്ങാ ചമ്മന്തി, അതൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അത് അമ്മിമ്മലും കൂടെ അരച്ചിട്ടാക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, ചുട്ടെടുത്ത മുളക് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതൊരു സൂപ്പർ ടേസ്റ്റാണ്. ഈ ഉണക്കമീനും കൂടെ ഇട്ടു കഴിഞ്ഞാൽ അതിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ഉണക്കമീൻ പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നു. പച്ചയല്ല കേട്ടോ, പൊരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ ഒന്ന് ചുട്ടെടുത്താലും മതി. അപ്പം തേങ്ങ വറുത്തെടുത്ത മുളകാണിത്, റോസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊടിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ മുളക് പൊടി എടുത്താൽ മതി. കുറച്ച് വെളുത്തുള്ളി, കരിയാപ്പില, 2 കുഞ്ഞുള്ളി, അല്ലെങ്കിൽ ഒരു കാമുറീൻ്റെയും പകുതി സവാള എടുത്താൽ മതി. എല്ലാം കൂടെ ഇട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്നങ്ങ് അമ്മിയിലിട്ടിട്ടോ മിക്സിയിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഉണക്കമീൻ്റെ തലയോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ മുള്ളൊന്നും ഉണ്ടാവില്ല. എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ചമ്മന്തിയിൽ എന്ന് പറയുമ്പം തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതിയല്ലോ. ആ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല മണമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് കുറേ ചോറ് തിന്നാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് കറികളും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ തിന്നുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ആ ഒരു അമ്മിയിൽ കുറച്ച് ചോറ്, നല്ല ചൂടുള്ള ചോറ് പരക്കിയിട്ട് തിന്നുക എന്ന് പറയുമ്പം നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള ആ ഒരു ചമ്മന്തി, പിന്നെ അതിൻ്റെ കൂടെ ഉണക്കമീൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ തന്നെ ചെമ്മീൻ വറുത്തിട്ട് അങ്ങനെയും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിലും എനിക്ക് ഇതുവരെ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഉണക്കമീൻ പൊരിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി തന്നെയാണ്. അപ്പം ഞാനിതാ ചോറ് സെർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചോറ്, ഒരു ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ ചീര വറവാണ് ഉണ്ടാക്കിയത്, ചീരത്തോരൻ, നല്ല രസം, പുളി ഇട്ടിട്ടുള്ള രസം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു രസം തന്നെയാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു ഉണക്കമീൻ ചമ്മന്തി, അതുപോലെ തന്നെ രസം, അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല എരിവിൽ കുരുമുളകിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റിലുള്ള രസവും കുറച്ച് ചീരത്തോരനും കൂട്ടി ചോറ്, അതിൻ്റെ കൂടെ കുറച്ച് ഈ ഒരു ഉണക്കമീൻ ചമ്മന്തിയും, ഒരു കഷ്ണം ഉണക്കമീൻ പൊട്ടിച്ചിട്ട് അതും അങ്ങനെ അങ്ങ് വായിലിട്ട് കഴിഞ്ഞാലുള്ള ഒരു ടേസ്റ്റ് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുമോ ഈ ഒരു ചമ്മന്തി? ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം ഇന്നത്തേത് ഇതൊരു സിമ്പിൾ ലഞ്ചാണ്, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഉപ്പിലിട്ട മുളകാണിത്. ഉപ്പിലിട്ട മുളക് എന്ന് പറയുമ്പോൾ അത് നെല്ലിക്കയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ആകുമ്പം അടിപൊളിയായി.